UDF സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ആ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. അടുത്ത തിങ്കളാഴ്ച മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമായി തുടങ്ങും. ആദ്യത്തെ 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും സൗജന്യ യാത്ര നടപ്പിലാക്കുക. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 15 മുതൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകാൻ തീരുമാനിച്ചത്. ഓർഡിനറി ബസ്സുകളിലെ യാത്രയെക്കുറിച്ച് പഠിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ബസ്സുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തന്നെ സർക്കാരിന് വലിയ അധിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ഈ തുക കണ്ടെത്താനുള്ള മാർഗം സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. ഇതുണ്ടാക്കുന്ന നഷ്ടത്തെക്കുറിച്ചും നഷ്ടം നികത്തുന്നതിനെ കുറിച്ചും സർക്കാർ പഠിച്ച ശേഷമായിരിക്കും സൗജന്യ യാത്ര മറ്റു ബസ് സർവീസുകളിലേക്ക് കൂടി നീട്ടുക. സൗജന്യ യാത്ര എന്നത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ്. കഴിഞ്ഞ മാസം നടപ്പിലാക്കേണ്ട പദ്ധതി സർക്കാർ അധികാരം ഏറ്റെടുക്കാൻ വൈകിയതിനാലും പദ്ധതി നടത്തിപ്പിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുകൊണ്ടും നീണ്ടുപോകുകയായിരുന്നു. ഒടുവിൽ പദ്ധതി നടത്തിപ്പിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം 100 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാം എന്ന തീരുമാനത്തിലെത്തിയത്. ട്രയൽ റണ്ണിന്റെ പ്രായോഗികത പഠിച്ച് വിലയിരുത്തിയ ശേഷം മറ്റു ബസ്സുകളിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചും സർക്കാർ ആലോചിക്കും. ഇതുവഴി KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് ധനകാര്യ സെക്രട്ടറിയെ നിയോഗിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ധനകാര്യ സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടം വിലയിരുത്തി കൂടുതൽ സർവീസുകളിലേക്കും സൗജന്യ യാത്ര വ്യാപിപ്പിക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര എന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് ഗതാഗത മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. APL BPL വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. ഒപ്പം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. KSRTC നടത്തിയ പഠനങ്ങളുടെയും കണക്കെടുപ്പുകളുടെയും അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകൾ മാത്രം തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം. എന്നാൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പദ്ധതി പരിമിതപ്പെടുത്തേണ്ടതില്ല എന്നും ഘട്ടം ഘട്ടമായി വിപുലീകരിക്കാനും ഇപ്പോൾ തന്നെ സർക്കാരിന് ആലോചനയുണ്ട്. സൗജന്യ യാത്ര KSRTCക്ക് ബാധ്യതയാകില്ല എന്ന് ഗതാഗത മന്ത്രി CP ജോൺ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഈ തുക സർക്കാർ KSRTCക്ക് നൽകും. ഏതൊക്കെ ബസ്സിൽ പദ്ധതി നടപ്പാക്കിയാൽ എത്ര രൂപ വീതം ചെലവ് വരുമെന്ന കണക്കുകൾ KSRTC നേരത്തെ തന്നെ സർക്കാരിന് കൈമാറിയതാണ്. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തെ നഷ്ടം 112 കോടി രൂപയാണ് എന്നാണ് KSRTC സമർപ്പിച്ചിട്ടുള്ള കണക്ക്. ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയാൽ 57 കോടി രൂപ അധിക ബാധ്യത വരും. സിറ്റി ഫാസ്റ്റ്, ഓർഡിനറി എന്നിവയിൽ നടപ്പാക്കിയാൽ 65 കോടിയും ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നിവയിൽ നടപ്പാക്കിയാൽ 90 കോടി രൂപയുമായിരിക്കും നഷ്ടം വരിക. ഇത് KSRTC സർക്കാരിന് നൽകിയിരിക്കുന്ന കണക്കാണ്. അഥവാ ശമ്പളത്തിനും പെൻഷനുമുള്ള സാമ്പത്തിക സഹായത്തിന് പുറമെ ഈ തുക കൂടി സർക്കാർ KSRTCക്ക് നൽകേണ്ടി വരും. പ്രതിദിനം 10 മുതൽ 12 വരെ ലക്ഷം വനിതകൾ KSRTCയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അതായത് ആകെ യാത്രക്കാരുടെ 50% മുകളിൽ സ്ത്രീകളാണ് എന്ന് സാരം. കൃത്യമായി പറഞ്ഞാൽ പ്രതിദിനം 23 ലക്ഷം പേരാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. ഇതിന്റെ പകുതിയും സ്ത്രീകളാണ്. സർക്കാർ അധികാരമേറ്റതു മുതൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും പല നിർദ്ദേശങ്ങളും സർക്കാരിന് ലഭിച്ചിട്ടുമുണ്ട്. ഓർഡിനറി ടൗൺ ടു ടൗൺ ബസ്സുകളിൽ മാത്രം മതിയെന്നും സൂപ്പർ ഫാസ്റ്റ് പോലുള്ള ദീർഘദൂര ബസ്സുകളിൽ കൂടി സൗജന്യ യാത്ര അനുവദിക്കുന്നത് അധിക ബാധ്യത ഉണ്ടാക്കുമെന്നും നേരത്തെ നിർദ്ദേശമുയർന്നു. അതോടൊപ്പം അതിസാധാരണക്കാരായ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്ക് മാത്രം സൗജന്യം അനുവദിച്ചാൽ മതിയെന്നും ഇതിന് പ്രത്യേകം പാസ് അനുവദിക്കുന്ന കാര്യവും സർക്കാർ പരിഗണിക്കണമെന്നും വിവിധ തലങ്ങളിൽ നിന്ന് നിർദ്ദേശമുയർന്നിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ തുടക്കത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരീക്ഷണാടിസ്ഥാനത്തിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. UDF പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കാൻ പല രീതിയിൽ സർക്കാരിലും ആലോചനകൾ നടന്നിരുന്നു. സർക്കാർ KSRTCക്ക് സബ്സിഡി നൽകുക എന്നതായിരുന്നു ആദ്യത്തേത്. സ്ത്രീകളുടെ ടിക്കറ്റ് തുക സർക്കാർ KSRTCക്ക് നൽകും. ബജറ്റിൽ ഇതിനായി പ്രത്യേകം തുക വകയിരുത്തണം എന്നുമായിരുന്നു ആലോചന. ഇതിന്റെ ഭാഗമായി KSRTC യാത്രക്കാരായ സ്ത്രീകളുടെ കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഇതനുസരിച്ചാണ് 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ ഉണ്ട് എന്ന ഏകദേശ കണക്ക് ലഭിച്ചത്. അതേസമയം
KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് 7 ജില്ലകളിലെ സ്വകാര്യ ബസ്സുകളെ സാരമായി ബാധിക്കുകയും ചെയ്യും. പ്രതിസന്ധി പരിഹരിക്കാൻ സ്വകാര്യ ബസ്സുകൾ KSRTC വാടകയ്ക്ക് ഏറ്റെടുത്ത് സർവീസ് നടത്തുന്നതിനുള്ള ബദൽ പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യവുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ മന്ത്രി CP ജോണിന് ശുപാർശ സമർപ്പിച്ചിട്ടുമുണ്ട്. സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിൽ 65% സ്ത്രീകളാണ്. അതിനാൽ സൗജന്യ യാത്ര തുടങ്ങുമ്പോൾ സ്ത്രീ യാത്രികരിൽ ഭൂരിഭാഗവും KSRTCയിലേക്ക് മാറുമെന്നാണ് വിലയിരുത്തൽ. KSRTCക്ക് കൂടുതൽ ഡിപ്പോകളും ബസ് സർവീസുകളുമുള്ള തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിലെ സ്വകാര്യ ബസ്സുകൾ ഇതോടെ പ്രതിസന്ധിയിലാകും. ഈ മേഖലകളിലെ സ്വകാര്യ ബസ്സുകൾ KSRTC ഏറ്റെടുക്കണമെന്ന നിർദ്ദേശമാണ് ഉടമകൾ ഉന്നയിക്കുന്നത്. വാടകയ്ക്കെടുക്കുന്ന ബസിന്റെ ഡ്രൈവർ, അറ്റകുറ്റപ്പണികൾ എന്നിവ ഉടമകളുടെ ചെലവിലും കണ്ടക്ടർ, ഇന്ധനം എന്നിവ KSRTCയും വഹിക്കുന്ന വിധമാണ് ബസ് ഉടമകൾ ശുപാർശ നൽകിയത്. നഷ്ടത്തിലാകുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ ഡീസൽ സെസ്, നികുതി എന്നിവയിലെ ഇളവ് നൽകിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ലെന്നാണ് ഉടമകളുടെ വിലയിരുത്തൽ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ നാമമാത്രമായ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും എത്തിയതോടെ ഡീസൽ അടിക്കാനും ജീവനക്കാർക്ക് കൂലി കൊടുക്കാനുമുള്ള കളക്ഷൻ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ KSRTC ഓടുന്ന റൂട്ടുകൾ കൂടാതെ തങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഉൾപ്രദേശങ്ങളിലേക്ക് അധികമായി KSRTC ട്രിപ്പുകൾ അനുവദിച്ചാൽ സ്ഥിതി കൂടുതൽ വഷളാകും. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിക്കുന്നത് വടക്കൻ ജില്ലകളിൽ കാര്യമായ പ്രയോജനം ചെയ്യില്ല എന്ന പരാതിയും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഓർഡിനറി സർവീസുകൾ കുറഞ്ഞ ഈ ജില്ലകളിലെ സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഗുണം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും യാത്രാ സൗജന്യം അനുവദിക്കണമെന്നാണ് ആവശ്യം.